നമസ്കാരം. കോട്ടയം ബാർ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് ചേർന്ന് ഇന്ന് 12:30 മുതൽ 1:30 വരെ അഭിഭാഷകർ ഏറ്റവും കൂടുതൽ അവരുടെ പ്രവൃത്തി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയിൽ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാന അസുഖം എന്ന് പറയുന്നത് ബാക്ക് പെയിൻസ്, സ്പോണ്ടിലൈറ്റിസ് അതുപോലെയുള്ള അസുഖങ്ങളാണ്. അവരുടെ ജോലിയുടെ ഒരു സ്വഭാവം കൊണ്ടും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സൊക്കെ കഴിഞ്ഞവർ കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട രീതികളും അവരുടെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവർ സ്വീകരിക്കേണ്ട ലഘു വ്യായാമങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ അഭിഭാഷക സമൂഹത്തിനുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ അസോസിയേഷനുമായി ചേർന്ന് ഇന്ന് കോട്ടയം ബാറിലെ അഭിഭാഷകർക്ക് ഒരു ക്ലാസും ഒരു ക്യാമ്പും സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഡോക്ടർമാർ ഏതാണ്ട് 12 പേരടങ്ങുന്ന ഒരു സംഘം അവർ ഇന്ന് ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള വിവിധ ഫിസിയോതെറാപ്പി രീതികൾ അഭിഭാഷകർക്ക് പരിചയപ്പെടുത്തുന്നു. അത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലഘുവായിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകളാണ് അഭിഭാഷകരെ പരിചയപ്പെടുത്തുന്നത്. അതിനെ സംബന്ധിച്ച് ഇന്ന് ക്ലാസ് നയിക്കുന്നത് അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ മനീഷ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം നമ്മുടെ വിശദമായ ക്ലാസ് ഉണ്ടാവും. ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ മനീഷിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന സംഘടന, അന്താരാഷ്ട്ര സംഘടന, ലോകമെമ്പാടും ഫിസിയോതെറാപ്പി ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഓരോ വർഷവും നമ്മുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ആ ദിനത്തിലെ സന്ദേശമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് നടുവേദനയും അതിൻ്റെ പ്രതിരോധവും ചികിത്സയും ഫിസിയോതെറാപ്പിയിലൂടെ എന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് നടുവേദന തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഇത് പ്രായമായവരിൽ വന്ന് കണ്ടിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സമകാല ഈ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള എല്ലാവർക്കും ഒരുപോലെ ഈ നടുവേദന വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മുന്നോട്ട് വെക്കുന്നത് WCPTയുടെ ഇന്ത്യയിലെ അംഗമായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്ത്യയിലുടനീളം തന്നെ സെപ്റ്റംബർ 8 തീയതി മുതൽ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ഘടകം സെപ്റ്റംബർ 8 തീയതി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രി VR ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 29 തീയതിയാണ് കോട്ടയത്തിന്റെ ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത്. അത് ഏറ്റുമാനൂർ വെച്ചിട്ടാണ്. ഈ ഒരു ഞങ്ങൾ സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 29 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന പല രീതിയിൽ അതിന് ജോലിക്കാരെ മാത്രമല്ല ഞങ്ങൾ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തത്. കൊച്ചു കുട്ടികൾ മുതൽ അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ ഞങ്ങൾ ഇപ്രാവശ്യം ക്ലാസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നടുവേദനയെക്കുറിച്ചുള്ള ഒരു കൂടുതൽ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇന്ന് കോട്ടയം ബാർ അസോസിയേഷനുമായി സഹകരിച്ച് കോട്ടയത്ത് ഇന്ന് ഞങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിയുടെ കോട്ടയം ജില്ലാ ഘടകം ഇന്നിങ്ങനെ ഇവിടെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുകയാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖരെ, സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ലോകമെമ്പാടും വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഇത് എല്ലാ വർഷവും ആചരിച്ചു പോരുന്നതാണ്. എല്ലാ വർഷവും സംഘടന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അസുഖം അതിനെ ഉയർത്തിക്കൊണ്ടാണ് ആ ദിനം ആഘോഷിക്കുന്നത്. അതായത് നമുക്ക് റീഹാബിലിറ്റേഷൻ പോസിബിൾ ആയിട്ടുള്ള നമ്മളുടെ രോഗാവസ്ഥകൾ അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണമാണ് ആ പരിപാടിയിലൂടെ സംഘടന ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ദിനവുമായി ബന്ധപ്പെട്ട് സംഘടന ഉയർത്തിയത് നടുവേദനയും അതിൻ്റെ പ്രതിരോധവും ചികിത്സയും ഫിസിയോതെറാപ്പിയിലൂടെ. ചികിത്സയ്ക്കല്ല ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്, പ്രതിരോധം, എങ്ങനെ നമുക്ക് നടുവേദന പ്രതിരോധിക്കാം എന്നുള്ളതാണ് സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ WCPTയുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏക അംഗമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന സംഘടന.
ഇന്ത്യയിലുടനീളം സെപ്റ്റംബർ 8-ാം തീയതി മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഇങ്ങനെ കേരളത്തിലും സെപ്റ്റംബർ 8-ാം തീയതി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അവർ ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാം 14 ജില്ലകളിലും നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ അസോസിയേഷൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ഈ രോഗം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണൽ, മെക്കാനിക്കൽ ലോ ബാക്ക് പെയിന് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണൽ. അപ്പോൾ സംഘടന അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സിന് ക്ലാസ് നടത്തി, അതുപോലെ ബാങ്ക്, ഇൻഷുറൻസ് മേഖലയിൽ, IT, അതെല്ലാം കൂടാതെ സ്കൂൾ തലത്തിലും ഇപ്രാവശ്യം ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത കണ്ടെത്തിയത് 40 സ്റ്റുഡൻസ് ഉള്ള ഒരു ഡിവിഷനിൽ 12 പേർക്ക്, 40-ൽ 12 പേർക്ക് കൊച്ചു പിള്ളേർ, അതായത് 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് 12 പേർക്ക് ഇന്ന് നടുവേദന ഡയഗ്നോസ് ചെയ്യുകയാണ്. അത് മെക്കാനിക്കൽ പെയിൻ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നടുവേദനയിൽ 90% മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ ആണ്. ബാക്കി 10% ഉള്ളൂ വലിയ വലിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അപ്പോ സ്കൂൾ തലം മുതൽ, പണ്ട് കാലത്ത് ഇത് പ്രായമായവർക്കാണ് വന്നിരുന്നെങ്കിൽ ഇന്നിത് കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയുള്ള എല്ലാവർക്കും ഇത് വരുന്നു. അപ്പോ നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് സംഘടന ഈ പ്രാവശ്യത്തെ ഈ ഫിസിയോതെറാപ്പി ദിനാഘോഷത്തിൽ ഈ നടുവേദന എന്ന ഒരു ടോപ്പിക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. നടുവിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നടു എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോൺ അല്ല, പല അസ്ഥികൾ കൂടി ചേർന്നിട്ട്, പല അസ്ഥികൾ അടുക്കി വെച്ചിട്ട്, അതായത് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തേത് സെർവിക്കൽ സ്പൈൻ എന്ന് പറയും, പിന്നെ തൊറാസിക്, ലംബാർ, സാക്രൽ, കോക്സിക്സ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടാണ് നട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ നട്ടലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിചിത്രം, ഒത്തിരി മിറാക്കിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഏകദേശം 13 ദശലക്ഷം ന്യൂറോൺസ് ആണ് നമ്മൾ നട്ടല് ഇടയിൽ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ 100-ൽ പരം ജോയിന്റ്സ്, അതായത് തലയുടെ താഴെ മുതൽ നടു അവസാനിക്കുന്നതിന് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100-ൽ പരം ജോയിന്റ്സ് ഉണ്ട്. അതുപോലെ മസിൽസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതും 120 അടുത്തോട്ട് വരും. ലിഗമെന്റ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 220ഓളം ലിഗമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സവിശേഷതകൾ ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള ഒരു നട്ടലിനെ ഇതെല്ലാം കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് സ്പൈനൽ കോഡ്. നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഈ നട്ടൽ എന്ന് പറയുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പുറത്തുനിന്നുള്ള പേശികൾ. അപ്പോ ഇതാണ് നമ്മുടെ നട്ടലിന്റെ ഒരു പെട്ടെന്നൊരു അനാട്ടമി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ള ഒരു നട്ടലിനെ നമ്മൾ വേണ്ട വിധം പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത്. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം WHO എന്ന് പറയുന്ന സംഘടന ഈ തീം എടുക്കാനായിട്ട് അതും ഒരു കാരണമാണ്. പുതിയ പഠനങ്ങൾ, WHO നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഏകദേശം 620 ദശലക്ഷം ആൾക്കാർ ഈ ലോകത്ത് നടുവേദനയുമായിട്ട് മല്ലടിക്കുന്നുണ്ട്. 1990-ലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്നിപ്പം നമ്മൾ നിൽക്കുന്ന വർഷമായിട്ട് നോക്കുമ്പോഴത്തേനും ഏകദേശം 60% ആ പെയിൻ കൂടി, ആ തോത് കൂടി, ആൾക്കാർ അനുഭവിക്കുന്ന ആൾക്കാരുടെ അളവ് കൂടിയിരിക്കുകയാണ്, 60% കൂടി. അപ്പോൾ WHO പറയുന്നത് 2050 ആകുമ്പോഴത്തേക്കിനും ഏകദേശം ഇതൊരു 840 അല്ലെ 850 ദശലക്ഷം ആൾക്കാരിലേക്ക് ഇത് എത്തും. അപ്പൊ നമ്മുടെ ഒരു സമൂഹം മൊത്തം നമ്മളൊരു നടുവേദന ഉള്ള ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? അതായത് 13-ൽ ഒരാൾക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നമ്മൾ നടുവേദനയായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോ ഇത്രയും ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ ഒരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ നടുവേദന എന്ന് പറയുന്നത്. ഇന്നിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജലദോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരാൾക്കൊരു ജലദോഷത്തിന് നമ്മൾ തന്നെ ചികിത്സിക്കുന്നത് പോലെ തന്നെ ജലദോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ നടുവിന്റെ വേദന. ഈ നടുവേദന നമുക്ക് പല ലെവലിലുണ്ട്. അപ്പർ ബാക്ക് ഉണ്ട്, മിഡ് ബാക്ക് ഉണ്ട്, ലോവർ ബാക്ക് ഉണ്ട്. അപ്പൊ ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിതത്തിൽ നടുവേദന അല്ലെങ്കിൽ ഇതുവരെ സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. എല്ലാവർക്കും എപ്പോഴെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ
നമുക്ക് സാധാരണ രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഈ പറയുന്ന 90% നടുവേദനകളും മെക്കാനിക്കലാണ്. അപ്പോൾ അത് ഇപ്പൊ ഈ ജലദോഷം വന്നു പോകുന്ന പോലെ തന്നെ നമുക്കൊരാഴ്ച അല്ലെങ്കിൽ നടുവേദനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7 മുതൽ 14 ദിവസം കൊണ്ട് ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന ഒരു നടുവേദന മാറിയിരിക്കും. ഇനി അത് 2 ആഴ്ചക്കാലം ആ നടുവേദന ഉണ്ട്, ആ 2 ആഴ്ചയായിട്ടും മാറുന്നില്ല, നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി, അല്ലെ 2 ആഴ്ചയായിട്ടും മാറുന്നില്ല, അത് കൂടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു 4 മുതൽ 6 ആഴ്ച ഇങ്ങനെ വേദന ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ പോവാണ്, കൂടുന്നുമില്ല കുറയുന്നുമില്ല, എന്നാൽ വേദന അതേ രീതിയിൽ പോവുകയാണ്. പക്ഷെ എനിക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നടുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്നതായിരിക്കാം, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വഷളാവും. വഷളായി കഴിഞ്ഞു നമ്മൾ അതിനെ ചികിത്സിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയവും എടുക്കും, അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാവില്ല. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് നടുവിന്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഈ മനുഷ്യന്റെ ഈ നട്ടലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സസ്തനികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് നമ്മൾ എറക്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അതിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സസ്തനികൾക്ക് അവർക്ക് നമ്മൾ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യർ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു ഇറക്ട് പോസ്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇറക്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നു, നമ്മൾ നല്ല ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി ഞാൻ ജോലി ചെയ്യുന്നു, അപ്പൊ എനിക്ക് കുഴപ്പമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ നമ്മളുടെ ആ ഒരു ജീൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ചലനമാണ്, മൂവ്മെന്റ് ആണ്. നമ്മളുടെ ആ ഒരു ജീനിനകത്ത് നമ്മൾ അടങ്ങിക്കുന്നത്. നമ്മുടെ ജെനറ്റിക്സ് നമുക്ക് മാറുന്നില്ല. നമ്മുടെ പഴയ കാലഘട്ടം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹണ്ടർ ഗ്യാതറിംഗ് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പൊ നമ്മൾ അഗ്രികൾച്ചർ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അങ്ങനെ ഓരോരോ റവല്യൂഷൻസ് നമ്മൾ കടന്നുപോയി, നമ്മൾ മെക്കാനിക്കലി നമ്മൾ എയ്ഡായി. പക്ഷേ നമ്മളുടെ ശരീരത്തിലുള്ള ആ ഒരു ജെനറ്റിക്സ് അത് മാറുന്നില്ല. അത് മൂവ്മെന്റ്സ്, നമ്മുടെ മൂവ്മെന്റ് ഡിസോർഡർ, അതായത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ 90% പ്രശ്നങ്ങൾ മൂവ്മെന്റ് ഡിസോർഡർ ആണ്. അപ്പൊ ആ മൂവ്മെന്റ് ഡിസോർഡർ ആണ്, മൂവ്മെന്റ് ഇല്ലായ്മയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫർണിച്ചർ നമ്മൾ ഉണ്ടാക്കി, ഇപ്പൊ IT പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾ എർഗണോമിക് ഡിസൈൻ ചെയ്ത് കസേര ഉണ്ടാക്കി, പക്ഷെ എന്താ അവസ്ഥ എന്താ? 8 മണിക്കൂർ 12 മണിക്കൂർ അവരാ ഇരിപ്പാ, കണ്ണു നേരെ ബോഡി നേരെ എല്ലാം ഒറ്റ ഇരിപ്പാ. അത് സ്റ്റാറ്റിക് ആണ്. അതായത് സ്റ്റാറ്റിക് പോസ്ചർ ആണ് നമ്മളുടെ 90% ഈ മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ വരാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാറ്റിക് പോസ്ചർ മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ്. അതായത് നട്ടലിന്റെ ഒരു സവിശേഷതയുണ്ട്. നട്ടലിന് നമ്മൾ ജന്മനാ തന്നെ നമുക്ക് കുറച്ച് വളവുകളുണ്ട്, അതിനെ പ്രൈമറി കർവ്സ് എന്ന് പറയും. അപ്പോൾ ഈ കർവ്സ് ആണ് നമുക്ക് നമ്മുടെ വെയിറ്റ് കൃത്യമായിട്ട് നമുക്ക് താഴോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ പോസ്റ്ററിൽ നമ്മൾ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഭൂമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ നമ്മൾ മസിൽസ് തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആന്റി ഗ്രാവിറ്റി മസിൽസും ഉണ്ട്, ടുവേർഡ്സ് ഗ്രാവിറ്റി മസിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരേ പോസ്റ്ററിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ ചില മസിൽ വീക്ക് ആവും. അതിനെ ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. അതായത് ഉപയോഗിക്കാതിരുന്നിട്ട് അതിന്റെ ബലം പോകുന്ന അവസ്ഥ ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. ഈ ഡിസ്യൂസ് അട്രോഫിയാണ് ഈ പാരാസ്പൈനൽ മസിൽസിൽ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ. നമുക്ക് ഇങ്ങനെ ഒരു നടുവേദന ഉണ്ടാവാനും അല്ലെങ്കിൽ ബാക്ക് പെയിനും മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഡിസ്യൂസ് അട്രോഫിയാണ്. അപ്പോൾ പേശികളുടെ ബലം കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വേറെ പേശികൾ ഓവർ ആക്ട് ചെയ്യും. ഈ ഓവർ ആക്ട് ചെയ്യുന്ന പേശികൾ അത് പോകെ അതിന് ആ ഒരു സ്പാസം, മസിൽ അതിനെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പ്രൊഡ്യൂസ് ചെയ്യും. അത് മസിൽ സ്പാസം ആവും. അങ്ങനെ മസിൽസിന്റെ കട്ടി കൂടി വരാൻ തുടങ്ങും. അപ്പോൾ ഒരു മസിൽ അയയും, മറ്റേ മസിൽ മുറുകും. നമ്മുടെ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടവർ ആയിട്ട് ഒരു കൺസെപ്റ്റ് ചെയ്യാം. ഒരു ടവർ, ആ ഒരു ടവർ നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ടവറിന്റെ 4 മൂലയിൽ നിന്നുള്ള ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ടവർ നേരെ നിൽക്കത്തുള്ളൂ. ഇല്ല, ഒരു സൈഡിലുള്ള ഫോഴ്സ് കുറയുകയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ടവർ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സ്പൈൻ എന്ന് പറഞ്ഞ ഒരു ടവർ പോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്ന മസിൽ വീക്കാവും, ഓപ്പോസിറ്റ് മസിൽ ഓവർ ആക്ട് ചെയ്യും. ഓവർ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്പൈനിന്റെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കർവേച്ചർ, ഇപ്പം MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്തെ ഒരു കമന്റ് ആയിരിക്കും ലോസ് ഓഫ് കർവേച്ചർ.
ലംബാർ കർവേച്ചർ ലോസ് ആയി, അല്ലെ സെർവിക്കൽ കർവേച്ചർ റിവേഴ്സ് ചെയ്തു, ലംബാർ കർവേച്ചർ റിവേഴ്സ് ചെയ്തു. ഇത് പറയുന്നതിന്റെ കാര്യം ഇതാണ്, നമ്മളുടെ മസിൽസിന്റെ സ്പാസം. അപ്പൊ ആ MRI റീഡിങ്ങിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും, മസിൽ സ്പാസം എന്ന് പറയുന്ന ഒരു വാക്കും കാണും. അപ്പൊ ഈ മസിൽ സ്പാസം കൊണ്ടിട്ട് ഈ കർവേച്ചർ റിവേഴ്സ് ചെയ്യും. അപ്പൊ നോർമൽ ആയിട്ടുള്ള കർവേച്ചർ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വേറൊരു കർവേച്ചർ, അതായത് നമുക്ക് ജന്മനാ ഉള്ള കർവേച്ചർ നമ്മൾ മാറ്റുകയാണ്. ഇപ്പൊ തെങ്ങൊക്കെ ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ തെങ്ങിനെ കമ്പി വലിച്ച് നേരെയാക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന സ്പൈനും എന്ത് സംഭവിക്കും, റിവേഴ്സ് ആവുക. അപ്പൊ ഈ റിവേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ബയോമെക്കാനിക്സ് നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യന്റെ ചലനാത്മകത, അതായത് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതിയും ചലനവും നൽകുന്നത് കൃത്യമായിട്ടുള്ള നട്ടലിന്റെ പൊസിഷനാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് നമുക്ക് ബാക്കിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം റിവേഴ്സ് ചെയ്ത് വരണം. അപ്പോൾ ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതൊരു പെയിൻ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു മെക്കാനിക്കലായിട്ട് നമുക്കൊരു ഡിസ്കംഫോർട്ട് വന്നു കഴിഞ്ഞാൽ പെയിൻ എന്ന് പറയുന്ന സംഭവം ശരീരം കാണിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ഒരിക്കലും നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ട് നമ്മൾ വർക്കിലേക്ക് നമ്മൾ പോകരുത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടമാനം പെയിൻ കില്ലേഴ്സ്, അല്ലെ വേദന മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയുടെ ഇതിൽ നടക്കും. പക്ഷെ ആ വേദന എന്ന് പറയുന്നത് ശരീരം തരുന്ന ഒരു സൂചനയാണ്, ഇന്ന സ്ഥലത്ത് അല്ലെ ഇന്ന ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം കറക്റ്റ് ചെയ്യണം. നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ ഒരിക്കലും പെയിൻ നമ്മൾ മാസ്ക് ചെയ്യത്തില്ല. പെയിൻ മാസ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റും അഡ്വൈസബിൾ അല്ല. പിന്നെ ഇപ്പൊ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ഒക്കെയാണ്, ഇപ്പൊ ഓൺ ഫീൽഡ് ഇഞ്ചുറീസ് ആണ്. ഇപ്പം ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത്ലറ്റിന് വന്നു. അപ്പൊ അത്ലറ്റിന് വന്നു കഴിഞ്ഞാൽ ആ അത്ലറ്റിനെ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ തിരിച്ച് അപ്പൊ തന്നെ ഇറക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പൊ നമ്മൾ പല ഫിസിയോതെറാപ്പിയുടെ റീസെന്റ് ആയിട്ടുള്ള പല മൊഡാലിറ്റീസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പെയിൻ കുറച്ചുകൊണ്ട് അവരെ ആ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് നമ്മൾ അവരെ ഇറക്കും. പക്ഷെ അവർ ബാക്ക് ടു പിന്നെയുള്ള അതിൽ അവരുടെ ഫിറ്റ്നസ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി ആ ഒരു മസിൽ റീഹാബ് അല്ലെ മസിലിന്റെ ആ റീഗ്രൂപ്പ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷമേ അവരെ ഇറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും പെയിൻ മാസ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ ആക്ച്വലി നമുക്കൊരു പെയിൻ സിൻഡ്രോം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടത്. ആ പെയിൻ നമ്മൾ ഗവനിച്ചുകൊണ്ട് വേണം പോവാൻ. എന്നാൽ നമ്മൾ ചില വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പറയും എനിക്ക് ശരീരത്തിന് വേദന വരുന്നു, അത് വേറെ. മസിൽ സോർനെസ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർ ഇപ്പം വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 24 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് ശരീരത്തിൽ ഒരു നൊമ്പരം വരും. അത് മസിൽ സോർനെസ് ആണ്. ആ വേദന നമ്മൾ പറയും കുറേശ്ശെ എക്സസൈസ് ചെയ്യാം, അല്ലെ ഇന്ന് 10 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ 5 എണ്ണം ചെയ്താൽ മതി. ആ പെയിൻ പക്ഷെ ആ എക്സസൈസ് ചെയ്ത് തന്നെ ആ പെയിൻ മാറത്തുള്ളൂ. ഈ പെയിനും ഇങ്ങനെ വരുന്ന പെയിനും നമുക്ക് ഒരു മെക്കാനിക്കൽ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന പെയിനും രണ്ടാണ്. ഇത് പല രീതിയിലാണ് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ചിലർ പറയും ഭയങ്കര ഒരു പൊള്ളുന്ന തരത്തിലുള്ള ഒരു വേദനയാണ്, ചിലർ പറയും കറണ്ട് അടിക്കുന്ന മാതിരിയുള്ള ഒരു വേദനയാണ്, ചിലർ പറയും മസിൽ അനങ്ങാൻ പറ്റുന്നില്ല, അല്ലെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ല, കെട്ടിവെച്ച പോലെ, അല്ലെ ഒരു സംഭവം വെച്ച് നമ്മളെ കെട്ടിവെച്ച പോലുള്ള ഒരു അവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അവിടെ എന്തോ തടഞ്ഞു നിർത്തുന്നു, എന്റെ കഴുത്തിനെ ഇങ്ങനെ ആരോ പിടിച്ച് തള്ളി നിർത്തുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരു ഫീലാണ് പലർക്കും ഈ വേദന കാര്യത്തിൽ വരുന്നത്. ആ വേദനയും മസിൽ സോർനെസ്സും രണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ വേദനകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് വ്യായാമം തുടരുന്നത് ശരിയല്ല, അത് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാറ്റിക് പോസ്റ്ററാണ് നമ്മുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോസ്റ്റർ കൊണ്ടാണ് നമുക്ക് നടുവിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്കിൽ അത് കൃത്യമായിട്ട് അസസ് ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പോസ്റ്ററിന് മാറ്റം വരുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നടുവിന്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ 10% ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ 10% എന്ന് പറയുന്നത് ഡിസ്കിന്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പേശികളുടെ ബലക്കുറവ്, പേശികൾ കൂടുതലായിട്ട് മുറുകുന്നത്, അതുപോലെ തന്നെ ഈ വേറെ മറ്റ് എന്തെങ്കിലും അസുഖങ്ങൾ, നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ അസുഖങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കിഡ്നി സ്റ്റോൺ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ നമുക്ക് ഈ നടുവേദന എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ഒരു രോഗിയുടെ ലക്ഷണം, അല്ലെങ്കിൽ ഇപ്പൊ രോഗി പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിലാണ് വേദന വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനും 90% കേസുകളും നമുക്ക് രോഗിയുടെ ലക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ രോഗി പറയുന്ന അവരുടെ ആ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിനുള്ള ഒരു യഥാർത്ഥ കാരണമെന്ന്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചില ലക്ഷണങ്ങൾ അവർ പറയും, ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇംപയർഡ് സെക്ഷൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഫീവർ, അതായത് നമ്മൾ വേദനയുണ്ട് എന്നാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചറും നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രോഗി പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. റെഡ് ഫ്ലാഗ്സ് അതായത് അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉടനെ തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷൻ, ഇതിനെ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ഇത് റൂൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നടുവേദനയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതും അതിനെ ഡയഗ്നോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയും പറയുന്നത്.
പിന്നെ നമ്മൾ നടുവേദനയെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കിനും ഇതിന് നമ്മൾ ഈ ഒരു ഡേയിൽ മുന്നോട്ട് വെക്കുന്നത് തന്നെ പ്രിവെൻഷൻ ആണ് ഫസ്റ്റ്. പ്രതിരോധവും ചികിത്സയും എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ നടുവേദന ഒരാൾക്ക് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും ഉപരി എങ്ങനെ വരാതെ നോക്കാം എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിലും ഒരു 20 മിനിറ്റ് 40 മിനിറ്റ് കൂടുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മളുടെ ആ ഒരു പൊസിഷൻ മാറ്റാൻ നമുക്ക് സാധിക്കണം. കാരണം അതിൽ കൂടുതൽ നമ്മൾ ആ ഒരു പൊസിഷൻ അനുവദിക്കരുത്. അത് ചിലപ്പോൾ നമ്മൾ കസേര ഇരുന്ന് ജോലി ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ വെള്ളം കുടിക്കണമല്ലോ, അല്ലെ അരമണിക്കൂർ 40 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഒരു 100 മില്ലി വെള്ളം വെച്ച് കുടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ അത് നമ്മൾ കസേരയിൽ നിന്ന് എണീറ്റ് പോയി കുടിക്കാനോ അല്ലെ നമ്മുടെ കസേരയ്ക്ക് ചുറ്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നാലെങ്കിലും മതി. പക്ഷെ ഇനി എങ്ങനെയാണെങ്കിലും ഈ സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഈ സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മസിൽസ് അതിനെ താഴോട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രിവെൻഷന് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഈ സ്പൈനിനെയും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള മസിൽസിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ. അവിടെയാണ് ഈ എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വരുന്നത്. ഈ എർഗണോമിക്സ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയിലെ ഒരു ശാസ്ത്രം പഠിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ലെവൽ അനുസരിച്ച് നമ്മളുടെ ഉപകരണങ്ങളുടെ ആ ഈ പൊസിഷനും മാറ്റുന്നു. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് അറിയാൻ സാധിക്കും. നമ്മളിപ്പോ ഒരു കാർ വാങ്ങിക്കാൻ പോവാണെങ്കിൽ പോലും എർഗണോമിക് ഡിസൈൻ സീറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കസേര മേടിക്കാൻ ചെല്ലുന്നു എർഗണോമിക് ഡിസൈൻ, മെത്തയാണെങ്കിലും എർഗണോമിക് ഡിസൈൻ എന്ന് പറയുന്നത്. ആ എർഗണോമിക് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ പൊസിഷൻ അനുസരിച്ചുള്ള വസ്തു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ കർവേച്ചേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, നമ്മുടെ സ്പൈനിന് ഓരോ കർവേച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ കർവേച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെത്തയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് എർഗണോമിക് ഡിസൈൻ മാട്രസ്. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇപ്പൊ കസേര മേടിച്ചിട്ടു, ഇപ്പൊ കസേരയിൽ ഇരുന്ന് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നല്ല, പക്ഷെ അവിടെയും നമ്മൾ ഈ സ്റ്റാറ്റിക് പോസ്ചർ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസേര കൊണ്ടും നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാറ്റിക് പോസ്ചർ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ എർഗണോമിക്കലി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒക്യുപ്പേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന മെക്കാനിക്കൽ ബാക്ക് പെയിൻ എല്ലാം തന്നെ നമുക്ക് തടയാൻ സാധിക്കും. അത് പ്രൂവൺ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പറയുന്ന കാര്യം, നമ്മൾ ഈ വെർട്ടിബ്രയുടെ കാര്യം ഞാൻ ആദ്യം അനാട്ടമി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഈ ഓരോ വെർട്ടിബ്രയ്ക്കിടയിലും ഓരോ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഒക്കെ ഷോക്ക് അബ്സർവർ പോലെ തന്നെ നമ്മളുടെ 2 എല്ലിന്റെ ഇടയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ വരുന്ന വെയിറ്റ് അല്ലെങ്കിൽ അത് ഷോക്ക് വരുന്നത് അത് അബ്സോർബ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് ഈ ഫ്ലൂയിഡുമാണ്, പുറത്താണ് ഫൈബേഴ്സ് വരുന്നത്. അപ്പം ഈ ഫൈബേഴ്സിന്റെ ബലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അകത്തിരിക്കുന്ന വെള്ളം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അത് പുറത്തോട്ട് തള്ളി വരും. അപ്പൊ നമ്മൾ കയ്യിലൊക്കെ ബലൂൺ ഇങ്ങനെ പിടിച്ച് നമ്മൾ അമർത്തി കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? ആ ബലൂൺ നമ്മുടെ ഈ സ്പേസ് ഉള്ള സ്ഥലത്തൂടെ ബലൂൺ പുറത്തോട്ട് തള്ളിപ്പോരും. അതേ ഒരു അവസ്ഥയാണ് ഡിസ്കിനും വരുന്നത്. ആ ഡിസ്കിന്റെ പുറത്തുള്ള ആ ഒരു കവറിങ്, ആ കവറിങ്ങിന്റെ ബലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്ക് പുറത്തോട്ട് തള്ളി വരും. അപ്പോ ഈ രീതിയിൽ നമുക്ക് ഡിസ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു തള്ളല് വെളിയിലോട്ട് വരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഇപ്പം പഠനങ്ങൾ പറയുന്നത് തുടർച്ചയായിട്ട്, അതായത് അവിടെയാണ് ഈ നമ്മൾ പറയുന്നത് ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഉറക്കം പറയാറുണ്ട്. നന്നായിട്ട് നമ്മൾ ഉറങ്ങണം എന്ന് പറയാറുണ്ട്. രാത്രി നമുക്ക് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒരു ഉറക്കം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ പഠനങ്ങൾ പറയുന്നത് ഡിസ്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 6 to 8 hours നമ്മൾ റിലാക്സ് മോഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യും. അതായത് ഡിസ്ക് വീണ്ടും നമ്മുടെ പകലത്തെ ആ പ്രഷർ കൊടുത്ത് ഡിസ്കിനെ നമ്മൾ കഷ്ടപ്പെടുത്തിയാലും രാത്രി നമുക്കൊരു ഈ ഒരു ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും. ആ ഡിസ്കിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പഠനങ്ങൾ വെളിവാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമത്തെ ഘടകമാണ് ഉറക്കം, സ്ലീപ്പ്. പ്രിവെൻഷനകത്ത് ഏറ്റവും അടുത്തൊരു ഘടകമാണ് സ്ലീപ്പ്. അതായത് മിനിമം 6 to 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ഡിസ്കിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ്, ആ മസിൽസിനെ ഗാർഡ് ചെയ്യുക. കാരണം
ഈ മസിൽസ് ആണ് ഈ വെർട്ടിബ്രായെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പം മസിൽസിന്റെ ബലം പോകാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഇതാണ് എക്സസൈസസ്. കാരണം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ആ ഒരു ജീനിനകത്തുള്ളതാണ് ഈ മൂവ്മെന്റ്സ്. അതായത് ഒരു വഴക്കമുള്ള, അതായത് നമ്മുടെ സ്പൈൻ, നമ്മുടെ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ വഴക്കം, അത് ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ്. കാരണം അത് ഞാൻ പറഞ്ഞു 100-ൽ പരം ജോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 100-ൽ പരം ജോയിന്റ്സിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഫേസറ്റ് ജോയിന്റ്സ് എന്ന് പറയും. ഈ ഫേസറ്റ് ജോയിന്റ്സ് ആണ് നമുക്ക് മൂവ്മെന്റ്സ് തരുന്നത്, അതായത് നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി തരുന്നത്. അതായത് നമ്മുടെ ഈ സ്പൈൻ എടുത്തു കഴിഞ്ഞാൽ 4 ഡയമെൻഷനിലാണ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് മുമ്പോട്ട് കുനിയാം, പുറകോട്ടാക്കാം, സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം, ഇപ്പുറത്തെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റും ചെയ്യാം. ഇത്രയും രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് സ്പൈനിൽ കിട്ടുന്നത്. അപ്പൊ ഈ സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വഴക്കമുള്ള ഒരു നട്ടലിനെ, ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ആ നട്ടലിന്റെ വഴക്കമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ പ്രഥമ ഘടകം. കാരണം വഴക്കം പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ക്വാളിറ്റി പോയി, ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോയി. കാരണം നമുക്ക് ഒരു കസേരയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കാറിൽ ഇരുന്നിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതായത് ഫ്ലെക്സിബിൾ സ്പൈൻ ഇല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ അസുഖം തുടങ്ങുന്നത്. കാരണം നമ്മളിപ്പം ഇപ്പൊ നമ്മുടെ ഒരു ജനറേഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് യുഗമാണ്. ഇപ്പൊ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ ഫിറ്റ്നസിന്റെ പുറകെയാണ്. അപ്പോ പെട്ടെന്ന് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യാൻ പോകുന്നു, അപ്പൊ പറയും, അയ്യോ 2 ദിവസം ഞാൻ പോയി, പക്ഷെ എനിക്ക് നടു പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഓടാൻ പോയി, അല്ലെ എക്സസൈസ് ചെയ്തു, എന്റെ ഷോൾഡർ പിടിച്ചു. ഇവിടെ എല്ലാം വരുന്നത് എന്താണ്? ഫ്ലെക്സിബിലിറ്റിയാണ് പ്രശ്നം. ആ വഴക്കമില്ലാതെ നമ്മൾ ഇത്രയും നാളും തുടർന്ന് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു എക്സസൈസ് മോഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ അകത്ത് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഈ എക്സസൈസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാം. തെറാപ്യൂട്ടിക് എക്സസൈസും ഉണ്ട്, ഫിറ്റ്നസിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസും ഉണ്ട്. വൺസ് ബോഡി ഫിറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ ഫിറ്റ്നസ് എക്സസൈസ് നമ്മുടെ ശരീരം സ്വീകരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം അതിനെ റിജക്ട് ചെയ്യും. അതാണ് നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിലിന്റെ പിടുത്തമായിട്ടും അല്ലെങ്കിൽ ഷോൾഡർ ഇടറുന്നതായിട്ടും അല്ലെ അങ്ങനെ ഒരു ഇടറിച്ചയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കേണ്ടത് മിനിമം ആയിട്ടുള്ള തെറാപ്യൂട്ടിക് എക്സസൈസ് ചെയ്ത് മസിൽസിന് ഒരു മിനിമം ബലം കൊടുക്കണം. അതായത് മസിൽസിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഗ്രേഡ് 5 ആണ്. ഗ്രേഡ് 1, 2, 3, 4, 5. ഈ നമുക്ക് ഒരു സെഡൻഡറി ലൈഫ് നയിക്കുന്ന എല്ലാവരുടെയും മസിൽസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു 3+ പവറേ ഉള്ളൂ. ആർക്കും 4 അല്ലെ 4-ന് 5 കിട്ടത്തില്ല. കാരണം അത് പ്രായ ഒരു ഘടകമാണ്, പിന്നെ നമ്മളുടെ ജീവിത ശൈലിയും ഒരു ഘടകമാണ്. കാരണം ഈ എക്സസൈസ് ചെയ്താൽ മാത്രമേ മസിൽസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ അങ്ങ് പോകും, അതിന്റെ താഴോട്ടേ പോകത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ബിസി ലൈഫിനിടയ്ക്ക് നമുക്ക് അതൊന്നും ചെയ്യാനായിട്ട് സമയമില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ഫിറ്റ്നസ് ഇതിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എക്സസൈസ് വേണം, കൃത്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് എക്സസൈസ് ചെയ്ത് തുടങ്ങി അത് ഫിറ്റ്നസ് എക്സസൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രതിരോധത്തിനകത്തും വ്യായാമത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എക്സസൈസസ് ഉണ്ട്. അതിന് സ്ട്രെച്ചിങ് എക്സസൈസസും ഉണ്ട്, തെറാപ്യൂട്ടിക് എക്സസൈസും ഉണ്ട്. നമ്മുടെ എക്സസൈസസ് ആ മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്റെ 2 ചെവിയും 2 ഷോൾഡറും ഹിപ്പും ഒരേ ലൈനിൽ നിർത്താൻ ശ്രമിക്കുക. അതായത് ഇങ്ങനെ മുമ്പോട്ട് കുനിഞ്ഞോ അല്ലെങ്കിൽ പുറകോട്ട് മലന്നോ നിൽക്കുക, അല്ലെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു കാലിലോട്ട് മാത്രം വെയിറ്റ് കൊടുത്ത് നിന്ന് സംസാരിക്കുക. അങ്ങനെയുള്ള ഇത് അവോയ്ഡ് ചെയ്യുക. 2 കാലും ഒരേ രീതിയിൽ വെയിറ്റ് കൊടുക്കുക. ഹിപ്പും ഷോൾഡറും ചെവിയും ഒരേ ലൈനിൽ വരുത്താൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കൂടുതലായിട്ടുള്ള മസിൽസിന്റെ വർക്ക് അവിടെ കുറയുകയാണ്. കൃത്യമായിട്ട് ഓരോ മസിൽസിനും അവരവരുടെ ജോലി അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഈ അപ്പർ ബോഡി മാത്രമേ നമ്മുടെ കസേരയെ നമ്മൾ മുട്ടിക്കത്തുള്ളൂ. ബാക്കി ഭാഗം ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് കയറിയായിരിക്കും ഇരിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു 90 ഡിഗ്രി, ആ 90 എന്നുള്ള ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുവാണെങ്കിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ മോണിറ്റർ നോക്കി ചെയ്യുവാണെങ്കിൽ നമ്മൾ കഴുത്ത് ഇങ്ങനെ കുനിഞ്ഞു പോകരുത്. അവിടെയും ഈ ചെവിയും ഈ ഷോൾഡറും തമ്മിലുള്ള ആ റേഷ്യോ കീപ്പ് ചെയ്യണം. അതും നേരെ നിർത്താൻ ശ്രമിക്കണം. അതായത് മലന്നോ ഇങ്ങനെ മുമ്പോട്ടോ ആയി പോയി കഴിഞ്ഞാലും നമ്മളുടെ ഇത് മാറും.
ഇതെല്ലാമാണ് നമുക്ക് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ഒന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ വേദനയുണ്ടോ ഇല്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മളൊരു ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേരത്തെ കെട്ടിയതാണ്, ഞാൻ ഇപ്പോഴും അത് തുടർന്ന് പോകുന്നു. പക്ഷെ ബെൽറ്റ് കെട്ടുന്നത് നടുവേദന കുറയ്ക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബെൽറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നമുക്കൊരു അക്യൂട്ട് ഇഞ്ചുറി ഉണ്ടാവുന്ന സമയം, ആ ഒരു സമയം കുറച്ച് നാളത്തേക്കാണ് ആ ബെൽറ്റിന്റെ യൂസ് ഉള്ളൂ. കാരണം ഈ ബെൽറ്റ് ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മസിൽ ചെയ്യുന്ന ജോലിയാണ് ബെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ആ മസിൽസിനെ വീക്ക് ആവത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സ്ത്രീകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്നേറ്റൽ, അതായത് പ്രസവ ശേഷം ഈ നമ്മളുടെ ആ യൂട്രസിന്റെ ആദ്യം ആ പ്രസവ സമയത്ത് യൂട്രസ് വികസിക്കും. അത് കഴിഞ്ഞ് വികസിച്ച യൂട്രസ് ചുങ്ങും. അപ്പൊ റിലാക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ മസിൽസ് എല്ലാം തന്നെ റിലാക്സ് ആവും. പക്ഷെ റിലാക്സ് ആവുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു, ഈ സ്പൈൻ എന്ന് പറഞ്ഞ ഒരു ടവർ പോലെയാണ്. ഈ ടവറിന്റെ പുറകിലുള്ള മസിൽസ് ഇൻടാക്ട് ആണ്, പക്ഷെ മുമ്പിലുള്ള മസിൽസ്, അബ്ഡോമിനൽ മസിൽസ് പവർ ഇല്ല. അപ്പം അത് റിവേഴ്സ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യും, നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും ഈ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇത് ചെയ്യുന്നതും നമുക്ക് ദൂരവ്യാപകമായിട്ട് നമ്മുടെ മസിൽസിനെ ബലം പോകത്തേ ഉള്ളൂ, ബലം കിട്ടത്തില്ല. അപ്പൊ അത് കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്ത്, അതായത് ബെൽറ്റ് അഡ്വൈസ് ചെയ്താലും നമ്മളിപ്പം അത് ചിലപ്പോൾ 7 ദിവസം അല്ലെ 3 ആഴ്ച, മാക്സിമം 3 ആഴ്ച വരെയൊക്കെ ഉള്ളൂ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ഫ്രാക്ചർ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കണം. അല്ലാതെ ഒരു മെക്കാനിക്കൽ കേസിലും അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് അഡ്വൈസ് ചെയ്യാറില്ല. ഇപ്പം ഫ്രാക്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ബ്രേസസും ബെൽറ്റും ഒക്കെ പറയും. പക്ഷേ അവർ ആ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ചെയ്യാനായിട്ടുള്ള എക്സസൈസ് കൂടെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ആ ബെൽറ്റ് കൊടുക്കുന്നത്. അതായത് നടുവിന്റെ മൂവ്മെന്റ്സ്, വെർട്ടിബ്ര മൂവ്മെന്റ്സ് അധികം വരാത്ത രീതിയിൽ, അതായത് ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും, അത് അവരെ പഠിപ്പിച്ചിട്ടായിരിക്കും ആ ബെൽറ്റ് അവർക്ക് 3 ആഴ്ച കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രതിരോധത്തിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം നിയന്ത്രിക്കുക. ഭാരം ഒരു ഘടകമാണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഭാരവും താങ്ങുന്നതാണ് ഒരു വസ്തുവാണ് നട്ടെല്ല്. അപ്പോൾ ഭാരം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ചികിത്സയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മേഖലയിൽ ഈ മെക്കാനിക്കൽ പെയിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ബയോമെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ ഈ ചില മസിൽസിന് ഞാൻ ആദ്യം പറഞ്ഞു, മസിൽസ് ഡിസ്യൂസ് ആയിട്ട് പോയിട്ടുണ്ടാവും, ഉപയോഗിക്കാതിരുന്ന് ബലം പോയിട്ടുണ്ടാവും. ചില മസിൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാരണം ഓവർ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പം അത് ഏത് മസിലാന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ, എക്സസൈസ് ആവാം, സ്ട്രെച്ചിങ് ആവാം, ഇത് ഏത് വേണം എന്ന് ഡിസൈൻ ചെയ്തിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മസിൽ നമ്മൾ കൂടുതലായിട്ട് കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മസിൽസിനകത്ത് നോഡ്യൂൾസ് കാണും. അപ്പൊ നമുക്ക് ചിലർ വരും, മസിൽസിൽ ഒരു ചെറിയ മുഴ പോലെ വരുന്നു, ഇതെന്തെങ്കിലും വേറെ വല്ല കുഴപ്പം പിടിച്ച സാധനം വല്ല ആണോ എന്നൊക്കെ ചോദിച്ചു വരും. അത് ആദ്യം നമ്മളൊന്ന് സ്ക്യൂസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. ചിലപ്പം ചിലർ ചൂട് കൊടുക്കും, ചിലർ ശക്തമായിട്ട് അതിനെ ഇടിക്കും അല്ലെ തിരുമിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഇതെല്ലാം ലൂസായി പോകും. പക്ഷേ പിന്നീട് വരുമ്പോഴത്തേക്കിനും ഇതിന്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കൂടുന്നതായിട്ടും കാണാം. എന്നാൽ ഇത് വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. അത് നോഡ്യൂൾസ് എന്ന് പറയും. ആ നോഡ്യൂൾസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രഷർ മാനിപ്പുലേഷൻ അവിടെ ചെയ്തുകൂടാ. അത് റിലീസ് ചെയ്ത് വിടുക വേണ്ടത്. അപ്പോൾ അത് റിലീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ മസിൽസ് ലൂസ് ആവും. അത് മയോഫേഷ്യൽ റിലീസ് അല്ലെ ഡ്രൈ നീഡിലിംഗ് എന്ന് പറയുന്ന പുതിയ ചികിത്സാ രീതികൾ ഈ നോഡ്യൂൾസ് ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ വേദന കൂടാതിരിക്കാൻ, വേദന മാസ്ക് ചെയ്യുന്നില്ല, വേദനയെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഓരോ എക്സസൈസും നമ്മൾ കൊടുക്കുന്നത്. അതിന് ഈ നമ്മുടെ ഫിസിയോതെറാപ്പി ചികിത്സാ ശാഖയിൽ ഈ ഒട്ടനവധി പുതിയ ആധുനിക ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. IFT, ടെൻസ്, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണോ ആ പെയിൻ അനുസരിച്ച് ഇന്നിപ്പം ആ മോഡുലേഷൻ മാറ്റി കൊടുത്തുകൊണ്ട് ആ പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ലേബർ പെയിൻ വരെ ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലേക്ക് ഓരോരോ പുതിയ മെഷീൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ പെയിൻ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്, പക്ഷെ മാസ്ക് ചെയ്യുന്നില്ല. പെയിൻ അവർക്കുണ്ടാവും, പെയിന്റെ ആ ഒരു ലെവൽ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. കാരണം പെയിൻ മാസ്ക് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് നല്ലതല്ല. അപ്പൊ ആ പെയിൻ നമ്മൾ മാസ്ക് ചെയ്തില്ല, പെയിൻ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ മസിൽസിന്റെ പിടുത്തമാണ്, പിടുത്തം മാത്രമേ നമ്മൾ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പെയിനും കുറയും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വ്യായാമമാണ് പ്രധാനമായിട്ടുള്ളത്, മെക്കാനിക്കൽ ലോ ബാക്ക് പെയിന് വ്യായാമമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ രീതിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് മസിൽസിന്റെ പിടുത്തമാണോ അല്ലെ അയവാണോ, ഇത് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ഈ നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുവേദനയെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും 90% ഞാൻ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ തന്നെയാണ്. അപ്പോൾ ആ ബാക്കിയുള്ള 10% മാത്രമേ ഉള്ളൂ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വ്യായാമം അല്ലെ നമ്മുടെ ആ ഒരു സ്ഥായിയായിട്ടുള്ള അതായത് ഒരേ രീതിയിൽ ഇരിക്കാതെ സ്ഥായിയായിട്ടുള്ള ആ ഒരു പോസ്റ്റർ ബ്രേക്ക് ചെയ്യുക, സ്റ്റാറ്റിക് പോസ്റ്റർ ബ്രേക്ക് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു നട്ടെല്ല് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം വഴക്കവും ആരോഗ്യമുള്ള നട്ടെല്ല് ഉണ്ടെങ്കിലേ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ക്വാളിറ്റിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, എന്നിട്ട് അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, നമുക്ക് വേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടാണോ തണുപ്പാണോ കൊടുക്കേണ്ടത്? അപ്പൊ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ പെയിൻ ആണ് ഏത് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരു ആർത്രൈറ്റിക് പെയിൻ ആണ്, ചൂടാണ് കൊടുക്കേണ്ടത്. അവിടെ കോൾഡ് കൊടുത്തുകൂടാ, അവിടെ ചൂട് കൊടുക്കണം. ആ ചൂട് കൊടുക്കുവാണെങ്കിൽ തന്നെ മോയിസ്റ്റ് ഹീറ്റ് കൊടുക്കാൻ ശ്രമിക്കുക, ഡ്രൈ ഹീറ്റ് ഒരിക്കലും കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കടയിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് പാഡ്സ് മേടിക്കാൻ കിട്ടും, യാതൊരു ഗുണവുമില്ല. പിന്നെ ആ കൊടുക്കുന്ന ചൂട് നമ്മൾ കണ്ടമാനം പൊള്ളുന്ന ചൂട് വെക്കുകയും ചെയ്യരുത്. കാരണം നമ്മളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് താഴോട്ട് ഇറങ്ങണം. നമ്മളുടെ മസിൽ കിടക്കുന്നത് എവിടെയാ? സ്കിന്ന്, അതിന്റെ അടിയിൽ ഡെർമിസ് വരും, അതിന്റെ ഏറ്റവും അടിയിലാണ് വരുന്നത് മസിൽ വരുന്നത്. അപ്പോൾ അത്രയും പെനിട്രേഷൻ ലെവലിൽ ഹീറ്റ് പോകണം. നമ്മൾ പൊള്ളുന്ന ചൂട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസിനല്ല അത് കിട്ടുന്നത്. നമ്മളുടെ ടെമ്പറേച്ചർ റിസപ്റ്റാർസ് ഉണ്ട് നമ്മുടെ സ്കിന്നില്, അവരാണ് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുന്നത് ഞാൻ ചൂടായി. അപ്പം ബ്രെയിൻ പറയും അത് വിഡ്രോ ചെയ്തു, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പൊള്ളും. അതുകൊണ്ട് മോയിസ്റ്റ് ഹീറ്റ്, ആർത്രൈറ്റിക് പെയിൻസ്, അതുപോലെ തന്നെ സർട്ടൻ മസിൽ സ്പാസംസ്, മസിലിന് പിടുത്തം വരുന്ന രീതിയിലുള്ള പിടുത്തം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചൂട് കൊടുക്കാം. തണുപ്പ് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്യൂട്ട് ആയിട്ടൊരു ഇഞ്ചുറി നമുക്ക് പെട്ടെന്ന് വരുക, ഒരു സ്പോർട്സ്, ഒരു നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ഓടി, അല്ലെങ്കിൽ മസിൽസിന് ഒരു പെട്ടെന്നൊരു ക്യാച്ച് വന്നു, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂവിന് പെട്ടെന്നൊരു ക്യാച്ച് വന്നെങ്കിൽ അത് ഐസ് കൊടുക്കാം. അത് പണ്ടത് 72 hours വരെയും ഇൻഡിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പ്രകാരം ഫസ്റ്റ് 48 hours മാത്രമേ ഐസ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ പഴകിയ വേദനകൾക്കൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ടെൻഡിനൈറ്റീസ് ഒക്കെ പറയുവാണ്, അല്ലെ നമ്മുടെ ഫേഷ്യാസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഫേഷ്യാസ് ഉണ്ട്. മസിൽസിന് മാത്രമല്ല പ്രശ്നം വരുന്നത്, ഫേഷ്യാസിനും പ്രശ്നം വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവിടെ കോൺട്രാസ്റ്റ് കൊടുക്കുക, അതായത് ആദ്യം ചൂട് കൊടുക്കുക, പിന്നെ തണുപ്പ് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മസിൽസിലോട്ടുള്ള രക്ത ഓട്ടം കൂടുകയാണ് ചെയ്യുന്നത്, അതായത് വാസോ ഡയലറ്റേഷൻ എന്ന് പറയും. തണുപ്പ് കൊടുക്കുമ്പോഴത്തേനും അത് കുറയ്ക്കും. ഇത് നമ്മുടെ ഒരു ഹീലിംഗ്, നോർമൽ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താ ചെയ്യുന്നത്? നമുക്കൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ ബോഡി തന്നെ അത് റിപ്പയർ ചെയ്യുമെന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ബോഡി തന്നെ റിപ്പയർ ചെയ്യുന്നു. എങ്ങനെയാ റിപ്പയർ ചെയ്യുന്നത്? ഇത് തന്നെ മെക്കാനിസം ഇതാണ്, വാസോ ഡയലറ്റേഷൻ, വാസോ കൺസ്ട്രിക്ഷൻ. അതായത് ബ്ലഡ് അങ്ങോട്ട് കൊടുക്കും, ബ്ലഡ് തിരിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ഹീലിംഗ് മെക്കാനിസം ഉണ്ട്, ആ ഒരു റിപ്പയർ സെൽസ് ഉണ്ട്. ആ റിപ്പയർ സെൽസ് കൃത്യമായിട്ട് അവിടെ എത്തും, അത് കഴിഞ്ഞിട്ട് അത് പോകും, പിന്നെ അടുത്തത് വരും. ഈ ഒരു മെക്കാനിസം നടന്നെങ്കിലേ നോർമൽ ആയിട്ട് ബോഡി റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ ഏതൊരു പെയിൻ ആണെങ്കിലും നമുക്ക് അവിടെ കോൺട്രാസ്റ്റ് ഹീറ്റ് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഫസ്റ്റ് ഹീറ്റ് കൊടുക്കാവുള്ളൂ, കോൾഡ് കൊടുക്കണം. അപ്പം ഹീറ്റും കോൾഡ് കൊടുക്കേണ്ട റേഷ്യോയും തമ്മിലൊരു ഫാക്ടർ ഉണ്ട്. നമ്മളിപ്പോ ഒരു 2 മിനിറ്റ് അല്ലെ 2.5 മിനിറ്റ് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നേർപകുതിയെ തണുപ്പ് കൊടുക്കാവുള്ളൂ. ഒരിക്കലും കൂടരുത്, തണുപ്പ് ഒരിക്കലും കൂടരുത്, ചൂടെ കൂടി നിൽക്കാവുള്ളൂ. ആ ചൂടെന്ന് പറയുന്നത് പൊള്ളുന്ന ചൂടും ആവരുത്. നമ്മുടെ ശരീരം ഇപ്പൊ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇപ്പം എന്റെ പുറത്ത് ഞാൻ ടർക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടർക്കി അവിടെ കിടക്കണം, ചൂടായിട്ട് മാറ്റുമല്ല ചെയ്യേണ്ടത്. അപ്പം ചൂട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഒരിക്കലും പൊള്ളുന്ന ചൂട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കരുത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല, ദോഷമേ ഉള്ളൂ. ആ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു റിലീഫ് കിട്ടും, എന്തോ ഒരു ഇത് പോയ. പക്ഷെ അത് മസിലല്ല, സൂപ്പർഫിഷ്യൽ ടിഷ്യൂസ് നമ്മുടെ ബ്രെയിനിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് കാരണം നമ്മൾ വിഡ്രോ ചെയ്തതാണ്.
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകട്ടെ. ഡെമോൺസ്ട്രേഷൻ നമ്മളുടെ തല മേള് മുതൽ, അതായത് അപ്പർ സെർവിക്കൽ, മിഡ്, ലോ ബാക്ക്, ഇത്രയും പാരാസ്പൈനൽ മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത്. ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. Good afternoon, one and all present here. Our theme for today is mechanical lower back pain and its management. We, the third year PPT students, are here to demonstrate some exercises to relieve mechanical lower back pain. മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ റിലീവ് ചെയ്യാനായിട്ട് 5 മെയിൻ എക്സസൈസ് ആണ് നമ്മൾ ആദ്യമേ പറയാൻ വരുന്നത്. ആദ്യമേ ചെയ്യുന്നത് ബ്രിഡ്ജിങ് ആണ്. നിരപ്പായ തറയിൽ നിവർന്ന് കിടക്കുക, കാൽമുട്ടുകൾ രണ്ടും മടക്കുക, കൈകൾ രണ്ടും സൈഡിൽ ചേർത്ത് വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നടു ഉയർത്തുക. ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് നടു താഴ്ത്തുക. ഇനി കാൽമുട്ടുകൾ രണ്ടും നിവർത്തുക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പെരിഫോമസ് മസിലിന്റെ സ്ട്രെച്ച് ആണ്. ഇത് മെയിൻലി ലോ ബാക്ക് പെയിന്റെ മാനേജ്മെന്റ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഈ പൊസിഷനിൽ തന്നെ കിടക്കുക, 2 കാൽമുട്ടുകൾ മടക്കുക, വലത് കാൽ ഇടതേ മുട്ടിന്റെ മുകളിൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് 2 കൈകൾ കോർത്ത് മുട്ടിന്റെ അടിയിലൂടെ പുറകിലേക്ക് വലിച്ചു പിടിക്കുക. ഇതിനിടയ്ക്ക് ബ്രീത്ത് കൺട്രോൾ ചെയ്യണം. ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാവുന്നതാണ്. 6 to 8 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നത് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ആണ്. അതിനുവേണ്ടി ആദ്യമേ കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്ന് കാൽവിരലുകളും കൈമുട്ടുകളും തറയിൽ അമർത്തി നമ്മുടെ ശരീരം ഉയർത്തുക. ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇതിനിടയ്ക്ക് ശ്വാസം എടുത്തുവിടാനായിട്ട് മറക്കരുത്. 10 സെക്കൻഡ് കഴിഞ്ഞ് ശരീരം പതിയെ താഴ്ത്തി റിലാക്സ് ചെയ്യണം. നെക്സ്റ്റ് സൂപ്പർമാൻ പോസ്. ഈ പോസിൽ തന്നെ ഹോൾഡ് നിൽക്കാം. എന്നിട്ട് ഇത് മെയിൻ ഒരു കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. 2 കൈകളിലും കാൽമുട്ടുകളിലും ആയിട്ട് നിൽക്കുക, കുട്ടികളൊക്കെ നിൽക്കുന്ന പോലെ. എന്നിട്ട് ഇടത് കൈയും വലത് കാലും പൊക്കുക. ഇതിനിടയ്ക്ക് ബ്രത്ത് ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ലെഗും ഓപ്പോസിറ്റ് ആർംസും ചെയ്യാവുന്നതാണ്. ഒരു 10 to 12 റെപ്പിറ്റേഷൻസ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തത് ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്ന് പറഞ്ഞൊരു പോസാണ്. ഇപ്പൊ ചെയ്ത എക്സസൈസിന്റെ സെയിം പോസിൽ തന്നെ നിൽക്കുക, കുട്ടികൾ നിൽക്കുന്ന പോലെ. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നടു മുകളിലേക്ക് ഉയർത്തി തല താഴ്ത്തുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നടു താഴ്ത്തി തല ഉയർത്തുക. ഇത് ഒരു 10 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് ഈ 5 മെയിൻ എക്സസൈസ് ആണ്, റിലീഫ് കിട്ടാൻ വേണ്ടി ഈ 5 മെയിൻ എക്സസൈസ് ആണ് ചെയ്യുന്നത്. തുടർന്ന് ഈ ലോ ബാക്ക് പെയിൻ കാരണം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന മസിൽ വീക്ക്നെസ് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉള്ള എക്സസൈസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് നെക്കിന്റെ എക്സസൈസ് ആയിരിക്കും. സർവിക്കൽ ഐസോമെട്രിക്സ് എന്ന് പറയും. ഇതില് ഇതൊരു പ്രോപ്പർ സിറ്റിംഗ് പോസ്റ്ററിലായിട്ട് ചെയ്തതിൽ 3 എക്സസൈസസ് ഉണ്ട്. നെക്ക് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് സൈഡ് ഫ്ലെക്ഷൻ. സോ നെക്ക് ഫ്ലെക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്രൈറ്റ് പോസ്റ്ററിൽ നിവർന്നിരിക്കുക, ഹെഡ് പ്രോപ്പർ ആക്കി വെക്കുക. എന്നിട്ട് ഒരു കൈപ്പാദം നെറ്റിൽ മുട്ടിച്ച് പിടിക്കുക. എന്നിട്ട് ഹെഡ് കൈപ്പാദത്തിലേക്ക് ഫോഴ്സ് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ കൈ കൊണ്ട് ഹെഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക. ഇതൊരു 10 തൊട്ട് 12 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. 10 സെക്കൻഡ് ഹോൾഡ്.
നെക്സ്റ്റ് വരുന്നത് നെക്കിന്റെ എക്സ്റ്റൻഷൻ ആണ്. നെക്ക് എക്സ്റ്റൻഷനിൽ കൈകത്തി തലയുടെ പുറകിൽ വരണം. എന്നിട്ട് കൈയിലേക്ക് പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെ കയ്യിൽ നിന്നും ഹെഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക. നെക്സ്റ്റ് നെക്കിന്റെ ലാറ്ററൽ ഫ്ലെക്ഷൻ അല്ലെങ്കിൽ സൈഡ് ഫ്ലെക്ഷൻ. ചെവിയുടെ ഭാഗത്തായിട്ട് കൈ പ്ലേസ് ചെയ്യുക. എന്നിട്ട് തല സൈഡിലേക്ക് ചരിക്കുക. ഒപ്പം തന്നെ കയ്യിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുക. ഇത് ഒരു 10 repetition 10 to 12 repetitions ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വരുന്ന റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആണ് അടുത്തത് വരുന്നത്. അത് ഇയർ ബാലൻസിന് ഈ എക്സസൈസ് പ്രയോജനം ചെയ്യുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്പൈൻ എന്ന് പറയുന്ന ഒരു ടവർ പോലെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ബാക്കിലെ മസിൽസിനെ കവർ ചെയ്യും. മൂന്നിൽ കഴിഞ്ഞില്ല. ഇത് നമ്മൾ ഒന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മറ്റു കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൂവ്മെന്റ്സ് പറയാറുണ്ട്. അങ്ങനെ മൂവ്മെന്റ്സ് ഇല്ലാതെ ഞാൻ മസിൽസിനെ ശ്രദ്ധിക്കാനൊക്കെയാണ് ഒരു എക്സസൈസ് ആണ്. ഇത് ഐസോമെട്രിക് സെന്റർ ചെയ്യുന്നത്. അതായത് മൂവ്മെന്റ്സ് അവിടെ വരുന്നില്ല, സ്പൈൻ മൂവ്മെന്റാണ്. പുഷ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇത് സർവിക്കൽ മസിൽസിന് വേണ്ടി മാത്രമാണ്. സാറ് പറഞ്ഞത് വൃത്തികോയ്ക്ക് വേറെ എക്സസൈസസ് ആണ്. അത് ഐബോൾ മൂവ്മെന്റ്സ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിനുള്ള എക്സസൈസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് സാറ് പറ്റിച്ചോളാം. അതിനോട് അതിനൊരു സിമ്പിൾ എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇനി ചെയ്യാൻ പോകുന്ന റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആണ് നെക്കിന്റെ. അപ്പൊ ആദ്യം ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എക്സസൈസ് ആണ്. നടുനിവർന്ന് ഇരുന്നിട്ട് തല താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക. താഴത്തേക്കാകുമ്പോൾ അത് നെക്ക് ഫ്ലെക്ഷനും മുകളിലേക്കാകുമ്പോൾ അത് നെക്ക് എക്സ്റ്റൻഷനും ആണ്. ഇതൊരു 10 തവണ റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന നെക്കിന്റെ സൈഡ് ഫ്ലെക്ഷൻ. നെക്കിന്റെ റേഞ്ച് ഓഫ് മോഷൻ ഇംപ്രൂവ് ചെയ്യാനാണ്. ഇനി സൈഡ് ഫ്ലെക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതേ സെയിം പൊസിഷനിൽ തന്നെ നടുനിർത്തി ഇരിക്കുക. എന്നിട്ട് തല 2 സൈഡിലേക്കും ചരിക്കുക. ഇത് സൈഡ് ഫ്ലെക്ഷൻ എന്ന് പറയും. ഇതും 10 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കൂടിയിട്ട് ലെവേറ്റസ് ക്യാമ്പർ എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. അതായത് നമ്മുടെ ഹെഡിന് ബാക്ക് സൈഡ് താഴെയായിട്ട് വരുന്ന മസിലാണ്. അതിന്റെ സ്റ്റിഫ്നെസ് എപ്പോഴും നെക്ക് പെയിന് ബാധിക്കുന്നതാണ്. സോ ലെവേറ്റസ് ക്യാമ്പിലെ മസിലിന്റെ സ്ട്രെച്ച് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ കാണിക്കുന്ന എക്സസൈസ് കൂടുതലായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മസിലാണ് കഴുത്തിന്റെ ഈ തലോടിയുടെ ബോഡിയിൽ ബോഡിയുണ്ട്. ആ ബോഡിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു മസിൽ കഴുത്ത് വരെ നീളുള്ളൂ. ആ അത്രയും നീളമുള്ള ഒരു മസിലിന്റെ എക്സസൈസ് ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ചെയറിൽ മാക്സിമം നിവർന്ന് ഇരിക്കുക. ഹെഡ് ഒരു 45 ഡിഗ്രി സൈഡിലേക്ക് ചരിക്കുക. എന്നിട്ട് ഹെഡ് നേരെ താഴേക്ക് 45 ഡിഗ്രി സൈഡിലേക്ക് ചരിച്ചിട്ട് ചിൻ താഴത്ത് ടക്ക് ചെയ്യാൻ നോക്കുക. സ്ട്രെച്ച് ഫീൽ ചെയ്യുക. റിലാക്സ് ചെയ്യുക. ഒരു 10 to 12 സെക്കൻഡ്സ് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്ന ഷോൾഡറിന്റെ പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ എന്ന് പറയുന്ന എക്സസൈസ് ആണ്. പ്രൊട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഷോൾഡർ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നതും റിട്രാക്ഷൻ എന്ന് പറയുന്നത് ഷോൾഡർ പുറകോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ്. അത് തന്നെ 10 തവണ റിപ്പീറ്റ് ചെയ്യണം. ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ പ്രൊട്രാക്ഷനും പുറകിലോട്ടാക്കുന്നത് റിട്രാക്ഷനും. Next, straight leg raises. Straight leg raises അല്ലെങ്കിൽ SLR പറയും. ഒരു നേരെ കിടക്കുക. പെണ്ണിൽ അല്ലെങ്കിൽ കുറച്ച് നേരപ്പാടുകൾ
കംഫർട്ടായിട്ട് കിടക്കുക. എന്നിട്ട് കൈകൾ രണ്ടും താഴെ പ്രസ് ചെയ്ത് അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒരു 30 ഡിഗ്രി ഒരു ലെഗ് റൈസ് ചെയ്യുക. up to 30 ഡിഗ്രി മാത്രം റൈസ് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ ലോ ബാക്കിനുള്ള ഒരു എഫിഷ്യൻസി ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു 10 to 12 റെപ്പിറ്റേഷൻസ് ചെയ്യാവുന്നതാണ്. വിത്ത് 10 സെക്കൻഡ് ഹോൾഡ് ഓൾട്ടർനേറ്റീവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ക്വാഡ്സ്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ സർവിക്കൽ ഐസോമെട്രിക്സ് പോലെ തന്നെ മൂവ്മെന്റ് വരാതെ ഒരു ഹൈപ്പർട്രോഫി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് സ്റ്റാറ്റിക് ക്വാഡ്സ്. ഇതിൽ പില്ലോ പ്ലേസ്മെന്റ് ഉണ്ടാവും. പില്ലോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് കുട്ടി നീടെ നന്നായിട്ട് റൈസ് ചെയ്യാം. എന്നിട്ട് കിടക്കുക അല്ലെങ്കിൽ ഇതിലായിട്ട് ചെയ്യാം, ചെയിൻ ക്രോസ് ആയിട്ട് ചെയ്യാം. നീ താഴത്തേക്ക് പ്രസ് ചെയ്യാൻ പറയും, മാക്സിമം പ്രസ് ചെയ്യുക. എന്നിട്ട് മസിൽ കോൺട്രാക്ഷൻ ഫീൽ ചെയ്യാം. എന്നിട്ടൊരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 10 to 15 റെപ്പിറ്റേഷൻസ് ഒരു സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ലെഗിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് വരുന്ന സ്റ്റാറ്റിക് ഹാംസ് എന്ന് പറയും. അത് ഹാംസ്ട്രിങ് മസിലിന്റെ ഐസോമെട്രിക്സ് ആണ്. ഇതിനു വേണ്ടി സെയിം പൊസിഷൻ തന്നെ, പക്ഷെ നമ്മൾ ടവൽ റോൾ ചെയ്തിട്ട് ആംഗിളിൻ്റെ അടിയിലായിരിക്കും വെക്കേണ്ടത്. സെയിം പ്രോസസ്സ് തന്നെയാണ്. ആംഗിള് ടവലിലേക്ക് അമർത്തുക. അതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 2 സൈഡിലും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. 10 ടൈംസ് വെച്ച് റിപ്പീറ്റ് ചെയ്യാം. Control of program, how you are understood about the management of mechanical operating, thank you for your time and cooperation. Thank you. ഇപ്പൊ ഈ കാണിച്ച എക്സസൈസ് എന്ന് പറയുന്നത് ഇത് ബോഡിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ മസിൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ് ഉണ്ട്, ഐസോമെട്രിക് എക്സസൈസസ്. ഐസോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിന്റെ ലെങ്ത് അവിടെ ചേഞ്ച് ആവുന്നില്ല. നമുക്കിപ്പോൾ ജോയിന്റ് ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ സിവിയർ ആയിട്ട് ആർത്രൈറ്റിക് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വേ ഓഫ് എക്സസൈസ് ഐസോമെട്രിക്സ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസിനും തന്നെ ഐസോമെട്രിക്സ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്ത് അതിനെ ബലപ്പെടുത്താം. പിന്നെ ഈ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്, കാരണം സ്പൈനിനെ സ്ട്രെച്ച് കൊടുത്ത് ഫ്ലെക്സിബിലിറ്റി ആക്കിയാലേ സ്പൈനിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും. പിന്നെ നടുവേദന ഉള്ളവർ നടുവിന്റെ അതായത് ലോ ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ലോ ബാക്ക് പെയിൻ മാത്രം എക്സസൈസ് ചെയ്യാൻ പോകുന്നത് അതിൽ കാര്യമില്ല. കാരണം നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത് ചെയിൻ നെറ്റ്വർക്കാണ്. 2 ചെയിനാണ് പോസിബിൾ ചെയ്യുന്നത്. അപ്പൊ ഈ നമുക്കൊരു ചെയിൻ നെറ്റ്വർക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചീട്ടൊക്കെ ഇങ്ങനെ അടിയിൽ കളിക്കും. അപ്പൊ ഒരു ചീട്ട് തട്ടി വിട്ട് കഴിഞ്ഞാൽ എല്ലാം വീഴുന്ന പോലെ തന്നെയാണ് നമ്മുടെ മെക്കാനിസം. നമ്മുടെ മേലിലെ ഒരു മസിൽ പോയി കഴിഞ്ഞാൽ അത് താഴെ ഉപ്പുറ്റി തന്നെ ഉണ്ടാകും. പ്ലാനർ ഫേഷ്യലിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. നമ്മുടെ അപ്പർ ബാക്കിലെ മസിൽസ് അതാണ് പോസ്റ്റീരിയർ ചെയിൻ ആക്ടിവേഷൻ. അപ്പൊ ഇപ്പൊ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്ന അപ്പർ ബാക്ക്, മിഡ് ബാക്ക്, ലോ ബാക്ക്, ഇത് എല്ലാം ഈ ഒരു സീക്വൻസിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബാക്ക് കോർ മസിൽ സ്ട്രെങ്ത് ആവുന്നുള്ളൂ. പിന്നെ ഒരു സംശയമാണ്, നടുവേദനയുള്ള ഒരു കോർ മാത്രം സ്ട്രെങ്ത് ചെയ്താൽ മതിയോ? പോരാ. കാരണം ഈ ടവർ മെക്കാനിസം എന്ന് പറയുന്നത് സ്പൈൻ വർക്ക് ചെയ്യുന്ന ടവർ മെക്കാനിസം പ്രിൻസിപ്പിളിലാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ള മസിൽസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആന്റീരിയർ അബ്ഡോമിനൽ മസിൽസിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പം അതിനെ സ്ട്രെങ്ത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കൃത്യമായിട്ടുള്ള ആ നടുവിന്റെ ഫംഗ്ഷൻ നടക്കത്തുള്ളൂ. പിന്നെ ഇപ്പം സാറ് പറഞ്ഞു ഈ പ്ലാങ്സ് ചെയ്യുമ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. നമ്മൾ പല വീഡിയോസ് കാണും. 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് കാണും. പക്ഷെ അതുകൊണ്ട് നമുക്ക്, അതായത് ഒരു മസിലിന്റെ മെയിൻ്റെനൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. കോർ മസിൽസ് ആഫ്റ്റർ 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും കോർ മസിൽസ് അതിൻ്റെ അകത്ത് മാറും. പിന്നെ വേറെ മസിൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്ലാനിന് 2 മിനിറ്റ് ഇരിക്കുന്നുണ്ടാവും, 3 മിനിറ്റ് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ കോർ മസിൽസ് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോർ മസിൽസ് നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്തണമെങ്കിൽ മോർ ദാൻ 30 മിനിറ്റ്സ്, മാക്സിമം 1 മിനിറ്റ് ഇരിക്കണം. 1 മിനിറ്റ് പ്ലാൻ ചെയ്തിരിക്കണം. അതായത് ഒരു ഹെൽത്തി അഡൽട്ടിന്റെ കാര്യം. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഒരു നേരത്തെ നിർത്താതെ ഒരു 5 ടൈംസോ അല്ലെ 6 ടൈംസോ റിപ്പീറ്റ് ചെയ്യുക ആ 1 മിനിറ്റ് പ്ലാങ്സ്. അപ്പം മസിൽ ഇമ്പ്രൂവ് ആവും. വേറെ എന്തെങ്കിലും ഈ എക്സസൈസിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ?
മുമ്പിലല്ലേ വേദന ഞാൻ ഇതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ബാലൻസിന് പ്രശ്നം വന്നിട്ടുണ്ടോ അതാണ് അതായത് വീഴാൻ പോകുന്നവരുണ്ട് തലയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു തലയ്ക്കൊരു മരമ്പ് പോലെ നമുക്ക് അറിയുമ്പ് പോലെ തോന്നുന്നു കണ്ണടച്ച് വെക്കുമ്പോൾ വീഴാൻ തോന്നുന്നു കണ്ണടിച്ച് അത് അവർ നോക്കിയിട്ടാണ് ഇവരുണ്ടത് ഇവ മറ്റേ എന്താ അതിന് പറയുന്നത് അല്ല അത് നോക്കിയായിരുന്നു അത് നോക്കിയപ്പോൾ വീഴാൻ പോകുന്നു അന്നേരം അതിന് എനിക്ക് മനസ്സിലായില്ല ഇതിൻ്റെ ന്യൂറോയൊക്കെ ന്യൂറോയപ്പോൾ സാറിന് ഒരു പൊസിഷണൽ ബാലൻസിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഇത് വ്യക്തികളായിട്ടും മറ്റേ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇത് വ്യക്തികളല്ല. സാറിന്റെ ആന്റിനിയർ ഞാൻ പറഞ്ഞില്ലേ പൊസിഷണൽ ആൻഡ് ആന്റിനിയർ ചെയിൻ ആക്ടിവേഷന്റെ കാര്യത്തിൽ സാറിന്റെ ആന്റിനിയർ ആക്ടിവേഷൻ അല്ല, ആന്റിനിയർ ചെയിൻ ബ്രേക്ക് ആണ്. അപ്പൊ ആന്റിനിയർ ചെയിൻ ആയാല് നമുക്ക് ആ ബാലൻസ് കിട്ടുള്ളൂ. എങ്കിലിപ്പം സാറിന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു കാരണം ചെയ്യാൻ പറ്റില്ല, നമ്മൾ താഴെ. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിന്റെ ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് സാറിനെ ഇപ്പം സാർ ആദ്യം അത് ഇന്ത്യയിൽ ചാലഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം പ്രിവെൻഷൻ ആണ്. കാരണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ചാലഞ്ച് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് അവസാനം ഇത് സാറിന് ഇന്ത്യയിൽ ചാലഞ്ച് ചെയ്യാതെ സാറിന് നല്ല കോൺഫിഡൻസോടുകൂടി ഇതുപോലെ നിന്നിട്ട് ഇങ്ങനെ പൊക്കാൻ സാധിക്കും. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷൂസ് ചെയ്യരുത്. ചെയ്യുമ്പോൾ ഊരിയിട്ട് വേറെ ഫുഡിലേക്ക് ചെയ്യാവുള്ളൂ. അടിയിലും ഒന്നും കാർപ്പറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. കാരണം ചിലപ്പോൾ തെരിയും. അതുകൊണ്ട് തറയിൽ നിന്ന് ചെയ്യുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതിലൂടെ സംഘടിപ്പിച്ച് പോകാം. വളരെ ചെറിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഏതായാലും നമ്മുടെ ചെറിയ ചെലവുമായി നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ വാസ്തു നമ്മളുടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാം നിങ്ങളിലേക്ക് വലിയ ആവശ്യക്കാരുണ്ടെങ്കിൽ അവര് മെഷീൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സാറ് മുൻകൂട്ടി പറയുന്നത് നമ്മൾ ബാക്കിയുള്ള മിനിമം എത്ര പേര് വേണം? ഞങ്ങൾ 10 പേര് 20-25 പേര് ഒത്തിരി നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫീസ് കൺസൾട്ടേഷൻ കാര്യങ്ങൾ വല്ലതും ഉണ്ടാവുമോ? നിങ്ങൾക്ക് ചെലവ് നമുക്ക് ചെലവ് വരുന്നത് നമ്മുടെ ഈ മെഷീൻസും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കുമായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് വരും. അപ്പോൾ അതിന്
അസോസിയേഷൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇപ്പൊ ഹരിദാസിലുണ്ട്. അല്ല, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? നിങ്ങളോട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും നന്ദിയായിട്ട്